Hello guys, Dobar Dan. I'm Armstrong. I'm currently in Slovenia. So ഞാൻ ഇന്ന് ആക്ച്വലി വീഡിയോ ചെയ്യാൻ കാര്യം എന്താണെന്ന് വെച്ചാലേ എൻ്റെ അടുത്ത് കുറച്ച് സ്റ്റുഡൻസ് സ്ലോവേനിയക്ക് വരാനിരിക്കുന്ന സ്റ്റുഡൻസ് എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ദേ വോണ്ട് ടു നോ അബൌട്ട് സ്ലോവേനിയ, വാട്ട് സ്ലോവേനിയ ഈസ്, ഹൗ സ്ലോവേനിയ ഈസ് ആൻഡ് അബൌട്ട് ജോബ് ഓപ്പർച്യൂണിറ്റീസ്, അത് കാര്യങ്ങളെല്ലാം ഡൗട്ട്സും കാര്യങ്ങളും എങ്ങനെയാണ് വിസയുടെ പ്രോസസ്സും കാര്യങ്ങളും എത്ര ടൈം എടുക്കും, അങ്ങനെ അതിൻ്റെ സക്സസ് റേറ്റ് എന്താ, അങ്ങനെയൊക്കെ കോണ്ടാക്ട് ചെയ്തായിരുന്നു. സോ എനിക്ക് പറ്റാവുന്ന രീതിയിൽ അവരെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം എന്ന് വെച്ചാൽ അവർ ജസ്റ്റ് എന്താ പറയുക, ഇവിടെ വരാം, കഷ്ടപ്പെട്ട് പണിയെടുക്കാം, കാശുണ്ടാക്കാം, അങ്ങനെ സേവ് ചെയ്യാം, അങ്ങനെ കാര്യങ്ങളൊക്കെ വിചാരിച്ചിരിക്കുന്നവരാണെന്ന് എനിക്ക് മനസ്സിലായേ. എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ കറക്റ്റായിട്ട് ഫിനാൻസ് മാനേജ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. കാര്യം എന്താണെന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ ഒരു 15 ലക്ഷം രൂപ ലോൺ എടുത്ത് വരുന്ന ഒരു സ്റ്റുഡൻറ്റിന് അടുത്ത വർഷത്തേക്ക് അവന് ഫീസ് അടക്കണം, ഷോ മണി കാണിക്കണം, അതുപോലെ റൂം എക്സ്പെൻസ് ഉണ്ടാവും, പിന്നെ യൂട്ടിലിറ്റി എക്സ്പെൻസ്, പിന്നെ ഇവിടുത്തെ അല്ലറ എക്സ്പെൻസ് കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അപ്പോൾ ഞാൻ പറയാമെന്ന് വെച്ചാൽ ഒരു 1200 യൂറോ ഇവിടെ സാലറി കിട്ടുന്ന ഒരു സ്റ്റുഡൻറ്റിന് അവന് ഒരു 300 യൂറോ റെൻ്റ് കൊടുക്കാൻ വേണ്ടി വരും. 500 യൂറോ ഇപ്പോൾ ലോൺ എടുത്ത് വരികയാണെങ്കിൽ ലോൺ അടക്കാനുണ്ടാവും. ഒരു 200 യൂറോ ഇവിടുത്തെ എക്സ്പെൻസ്, 450 യൂറോ മന്ത്ലി സേവ് ഇട്ടാലേ അവന് അടുത്ത വർഷത്തേക്കുള്ള ഫീസ് അടക്കാൻ പറ്റത്തുള്ളൂ. സോ റഫ്ലി അവനൊരു മാസം ഇവിടെ നിന്ന് ഫീസും കാര്യങ്ങളെല്ലാം വെച്ച് പോകാനായിട്ട് 1400 യൂറോ വേണം. ഈ 1200 കിട്ടണവൻ ഈ 1400 എക്സ്പെൻസ് ആയാലും എങ്ങനെ ഇവനത് ഈ സ്റ്റുഡൻസിന് ഇത് ചെയ്യാൻ പറ്റും? അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് ഇതിനെപ്പറ്റി നിങ്ങളെ കൊണ്ട് പറ്റുമോ എന്ന് നിങ്ങൾ ശരിക്കും ചിന്തിക്കുക. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് കയ്യും കാലും ഇട്ട് അടിച്ചിട്ട് കാര്യമില്ല. ഇത് നമ്മൾ നല്ലോണം ചിന്തിക്കണം. ഇതിപ്പോൾ എന്താ പറയുക, സ്റ്റുഡൻസിന് ചിലപ്പോൾ ഇങ്ങോട്ട് കയറി വരാമെന്നുള്ളൊരു ഇതേ ഉണ്ടാവുള്ളൂ. പക്ഷെ പാരൻസ് നല്ലോണം ചിന്തിക്കുക, ഈ കൊച്ചിനെ കൊണ്ട് ഇത് പറ്റുമോ, അല്ലെങ്കിൽ ഈ സ്റ്റുഡൻറ്റിനെ കൊണ്ട് ഇത് പറ്റുമോ, ഇത്ര എമൗണ്ട് വേണം, ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. ഇത് പാരൻസ് നല്ലോണം എന്താ പറയുക വർക്കൗട്ട് ചെയ്യുക, സ്റ്റുഡൻറ്റ് നല്ലോണം വർക്കൗട്ട് ചെയ്യുക, എന്നിട്ട് മാത്രം നിങ്ങൾ ചൂസ് ചെയ്യുക നിങ്ങൾക്കിത് പറ്റുന്നതാണോ എന്ന്. ഞാൻ ഇത്രയും പറയാൻ കാര്യം എന്ന് വെച്ചാൽ എക്സ്പെഷ്യലി ലോൺ എടുത്ത് വരുന്ന സ്റ്റുഡൻസിന് ടാർഗറ്റ് ചെയ്തിട്ടാണ് ഞാൻ പറയുന്നത്. ഞാനിപ്പോൾ പറഞ്ഞ പോലെ 1200 കിട്ടിയിട്ട് 1400 എക്സ്പെൻസ് ഇവിടെ ഉണ്ടാവും. അപ്പോൾ അറ്റ് എൻഡ് ഓഫ് ദി ഡേ നമുക്ക് കിടന്നുറങ്ങണം, സമാനത്തോടെ കിടന്നുറങ്ങണം. അത് പറ്റിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് അങ്ങോട്ട് കയറി വരുന്നത്? നല്ലോണം കഷ്ടപ്പെട്ട് ഫണ്ട് ഉണ്ടാക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് നല്ലതാണ്. ഇപ്പോൾ 1700 യൂറോ കിട്ടുന്നവരുണ്ട് ഇവിടെ, അതുപോലെ തന്നെ 900 യൂറോ കിട്ടുന്നവരുണ്ട് ഇവിടെ. അപ്പോൾ ഇതെല്ലാം നോക്കിയിട്ട് വേണം നമ്മൾ ഫിനാൻസ് നല്ലോണം മാനേജ് ചെയ്യാൻ പറ്റുന്നവർ മാത്രം ഇങ്ങോട്ട് വരാൻ പാടുള്ളൂ. ഇവിടെ ടാക്സ് ഉണ്ട്, അതുപോലെ തന്നെ നിങ്ങളാരും കുറച്ച് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അതായത് നമ്മുടെ TRP എന്ന് പറഞ്ഞ സംഭവം സെപ്റ്റംബർ 30 തൊട്ടിട്ട് അടുത്ത വർഷം സെപ്റ്റംബർ 30 വരെയാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഒരു 6 ലാക്ക് ഷോ മണി കാണിക്കണം, അതുപോലെ തന്നെ 4500 യൂറോ ഫീ അടക്കണം. അപ്പോൾ ഈ 2 കാര്യം കൂടെ കൊണ്ട് തന്നെ ഒരു 10 ലക്ഷം 11 ലക്ഷം രൂപ തന്നെ ആവും. പിന്നെ നമ്മുടെ റൂം എക്സ്പെൻസ്, അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലോൺ ഉണ്ടെങ്കിൽ ലോൺ, ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ നമ്മളെ കൊണ്ട് പറ്റുമോ ഒക്കുമോ എന്നുള്ളൊരു സംഭവം നമ്മൾ നല്ലോണം കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മൾ കയറി വരാൻ നോക്കുക. ഇത് പൊതുവേ ആരും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവില്ല. എല്ലാവരും നോക്കുന്നതെന്ന് വെച്ചാൽ പെർ അവർ ഇത്ര കിട്ടുന്നുണ്ടല്ലോ, ഇങ്ങനെ വരാമല്ലോ. പക്ഷേ എന്ന് വെച്ചാൽ ഇപ്പോൾ റെസ്റ്റോറൻറ്റിലൊക്കെ വർക്ക് ചെയ്യുന്നെങ്കിൽ ഇപ്പോൾ 8 മണിക്കൂർ എന്നുള്ളത് ചിലപ്പോൾ ഒരു 5 മണിക്കൂർ ആകുമ്പോൾ തന്നെ ഒരു പൊക്കുമെന്ന് പറയാം. അപ്പോൾ നമ്മൾ വിചാരിച്ച അത്ര എമൗണ്ട് നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ പിന്നെ നമ്മളടുത്തൊരു ലോണിലോട്ട് പോവാതിരിക്കാനൊക്കെ മാക്സിമം നമ്മൾ നോക്കുക. നല്ലോണം സ്റ്റഡി ചെയ്യാന്ന് വെച്ചാൽ ഫിനാൻസ് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുമോ, റോൾ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ നോക്കിയിട്ട് കയറി വരാൻ നോക്കുക. അപ്പുറത്തെ വീട്ടിലെ കുട്ടി ഇപ്പോൾ യൂറോപ്പിൽ പോകണമെന്ന് പറഞ്ഞ് നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. അത് പാരൻസും നോക്കണം, സ്റ്റുഡൻസും നോക്കണം. നല്ലോണം നമ്മൾ സ്റ്റഡി ചെയ്യണം. എനിക്ക് പിന്നെ എടുത്തു പറയാനുള്ള ലോൺ എടുത്തു വരുന്ന സ്റ്റുഡൻസിന് എടുത്താണ്. ലോൺ അടക്കണം, ഷോ മണി കാണിക്കണം, ഫീസ് അടക്കണം അടുത്ത വർഷത്തേക്ക്. പിന്നെ ഇവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റ് അത്യാവശ്യം സ്ട്രിക്റ്റും ആണ്. അപ്പോൾ നമ്മൾ അതെല്ലാം
നോക്കി ഉൾക്കൊണ്ട് നമ്മളെ കൊണ്ട് പറ്റും. ഇപ്പോൾ സ്റ്റുഡൻസിന് പറ്റിയില്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ഷോട്ട് വരികയാണെങ്കിൽ വീട്ടുകാർക്കും കുട്ടീനെ സഹായിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം ഇതിലോട്ടെടുത്ത് കാല് വെക്കുക. അപ്പോൾ ഇത്രയാണ് ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. സോ ദാറ്റ്സ് ഓൾ. ഹാവ് എ ഗുഡ് ഡേ. ചാവ്. ബൈ.